തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകം 16:25. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവവചനം സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഇപ്പോൾ ഉണർത്തണമേ. മന്ദത, മരവിപ്പ്, ഹൃദയഭാരം, മനോവിഷമങ്ങൾ, ദുഃഖങ്ങൾ, വിഷാദങ്ങൾ, സങ്കടങ്ങൾ ഈ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ ഓ ദൈവത്തിൻ്റെ ആത്മാവെ തുറക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എതിർ ചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, പല വിചാരങ്ങൾ, ഇങ്ങനെയുള്ള ദുർപീഡകളെല്ലാം ഓ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് തകർത്ത് കളയണമേ. അവിശ്വാസ പീഡകളെ അവിടെ നിന്ന് നിർവീര്യമാക്കണമേ. വചനം കേട്ട്, വചനം സ്വീകരിച്ച്, വചനാഭിഷേകം പ്രാപിച്ച് രക്ഷയുടെ പാതയിലേക്ക് കടന്നു നിൽക്കാൻ, എല്ലാ അന്ധകാരത്തിൻ്റെയും ദുർവൃത്തിയും വഴികൾ ഉപേക്ഷിക്കാൻ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഈ വചന നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ. ഇന്ന് വരെ അനുവർത്തിച്ചു പോകുന്ന ഏതെങ്കിലും പൈശാചിക വഴികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ വഴികളും, തിന്മയുടെ മാർഗങ്ങളും, അതിൻ്റെ സ്വാധീനങ്ങളും, അതിൻ്റെ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, വർഷങ്ങളായി ഓരോ കുടുംബങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ദൈവവചന വിപരീതമായ ജീവിതത്തിൻ്റെ സ്വാധീനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹൃദയങ്ങൾ വചനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ വചനം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മളെ അനേക ഇരട്ടി, 10 ഇരട്ടി മെച്ചത്തിൽ നടത്തണം എന്നുള്ള പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയായേക്കാൾ അനേക ഇരട്ടി അഭിഷേകത്തിൽ എലീഷായെ കർത്താവ് നടത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി 10 ഇരട്ടി മെച്ചത്തിൽ നമ്മളെ നടത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു സംഭവം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 11, 12, 13 അധ്യായങ്ങളെ ആസ്പദീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ സോളമൻ്റെ കാലത്തോടു കൂടെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം അവസാനിക്കുകയും സോളമൻ്റെ മരണത്തോടുകൂടെ രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്യുന്ന രംഗമാണ് നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. അതിന് നാം വിശുദ്ധ ലിഖിതത്തിൽ കാണുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം എങ്ങനെയാണ്? സോളമൻ്റെ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിനോടുള്ള ഭക്തിയും അടുപ്പവും സോളമൻ ഉപേക്ഷിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇതാ സോളമൻ്റെ കാലശേഷം സോളമനിൽ രാജ്യം പറിച്ചെടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങി വ്യാപരിക്കുകയാണ്. അതാണ് രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. സോളമൻ്റെ ഭൃത്യനും സെരേദായിലെ എഫ്രായിമിനുമായ നെബാത്തിൻ്റെ മകനുമായ ജെറോബവാം രാജാവിനെതിരെ കരമുയർത്തി. രാജാവിൻ്റെ ഒരു ഭൃത്യൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ജെറോബവാം എന്നൊരു ഭൃത്യനെ ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്.
സോളമൻ്റെ കാലശേഷം സോളമൻ്റെ രാജ്യം രണ്ടായി മുറിച്ച് സോളമൻ്റെ രാജ്യത്തിൻ്റെ സിംഹഭാഗവും സോളമൻ്റെ ഭൃത്യനായ ജെറോബോവാം എന്ന ഒരു വ്യക്തിയെ ഏൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ച്. കാരണം സോളമൻ്റെ അവിശ്വസ്തത ദൈവസന്നിധിയിൽ സോളമന് എതിരായി നിലകൊണ്ടു. അതാണ് 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഒരു ദിവസം ജെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവേ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിംപ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ സോളമൻ രാജ്യത്ത് രാജാവായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ക്രമീകരണ പ്രകാരം രാജ്യത്തിൽ നിന്ന് 10 ഗോത്രങ്ങൾ ദൈവം വേർപെടുത്തി ജെറോബോവാം എന്ന ഭൃത്യന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. എങ്കിലും സോളമൻ തൽസ്ഥാനത്ത് നിന്ന് മാറുന്നില്ല. സോളമൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. സോളമൻ പണ്ടത്തെ പോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ കിരീടം സോളമൻ്റെ മേലുണ്ട്. പണ്ടത്തെ പോലെ ചെങ്കോല് സോളമൻ്റെ മേലുണ്ട്. പക്ഷേ ഇപ്പോൾ സോളമന് ഒരു പ്രശ്നം. പണ്ടത്തെ പോലുള്ള എരിവ്, പണ്ടത്തെ പോലെ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കാനുള്ള ആഗ്രഹം, ഇത് കെട്ടുപോയി. ഇപ്പോൾ ഉണർവില്ല. സത്യത്തിൽ സഭാപ്രസംഗന പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിലെ പോലെ ഒരു അനുഭവം സോളമൻ ലഭിക്കുകയാണ്. ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. ഇസ്രായേൽ വംശം, യഹോവയുടെ വംശം, യഹോവയെ ആരാധിക്കാൻ കർത്താവ് വേർതിരിച്ച വംശത്തിൽ സോളമൻ ഇപ്പോൾ ചെയ്യുന്നത് അനേകം പൂജാഗിരികൾ നിർമ്മിച്ചും അനേകം പൂജാരിമാരെ വാഴിച്ചും സോളമൻ ഇങ്ങനെ ബിംബാരാധന പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന രംഗമാണ് കാണുന്നത്. അതാണ് സഭാപ്രസംഗൻ 10:1. ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാനും നിങ്ങളിന്ന് ചത്ത ഈച്ചയുടെ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യത്തിൻ്റെ മേഖലകളിൽ, ജീവിത അന്തസ്സുകളിൽ ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് ഈ ചത്ത ഈച്ചയെ പോലെയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. അവരവരുടെ ജീവിതാന്തസ്സുകൾ അനുസരിച്ച് എരിവും തീഷ്ണതയും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ പോലെ ആ ഒരു എരിവോടുകൂടി കർത്താവിനെ സാക്ഷിക്കാനും കർത്താവിന് വേല ചെയ്യാനും കർത്താവിലേക്ക് ജനത്തെ അടുപ്പിക്കാനുമുള്ള ആ ഉണർവ്, ആ തീഷ്ണത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ പോലെ മക്കളെ, കുടുംബാംഗങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ദേവാലയ കർമ്മങ്ങൾ കൊണ്ടുപോകാനും ദൈവത്തോട് ചേർക്കാനുമുള്ള ആ തീഷ്ണത മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ ചത്ത ഈച്ചയുടെ അതേ അവസ്ഥയിൽ ഒരു പക്ഷേ ആയി തീർന്നിരിക്കാം. പ്രിയ ദൈവവൈതലേ, ഹൃദയത്തിൽ കർത്താവിനോട് കൂടെ ഇരുന്ന് ഒരു പരിശോധന നടത്തേണ്ട സമയമാഗതമായിരിക്കുന്നു. ഹല്ലേലൂയ. സോളമൻ അവൻ കൊട്ടാരത്തിലുണ്ട്, അവൻ കിരീടത്തിലിരിക്കുന്നു, അവൻ ചെങ്കോലുണ്ട്, അവൻ അധികാരമുണ്ട്, അവനെല്ലാം ആദ്യത്തെ പോലെയുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ 10 ഗോത്രങ്ങളെ ദൈവം എടുത്ത് ജെറോബോവാം എന്ന ഒരു വ്യക്തിയുടെ മേൽ കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ സോളമനും ജെറോബോവാവും തമ്മിലുള്ള ബന്ധത്തിൽ വേറൊരു പ്രത്യേക പ്രതിഭാസം നമ്മൾ ദർശിക്കുകയാണ്. സോളമനും ജെറോബോവാവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സോളമന് ജെറോബോവാമിനെ കാണുമ്പോൾ കൊല്ലണം എന്ന് തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ലോകത്തിൽ നാം കാണുന്ന ഒരു പ്രതിഭാസം. അഭിഷേകമുള്ള, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ലോകത്തിനില്ല. ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ചത്ത ഈച്ച അല്ലെങ്കിൽ ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ കൊല്ലണം എന്ന് തോന്നാൻ തുടങ്ങും. യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ഹെറോദോസിന് യേശുവിനെ കൊല്ലണം എന്ന് തോന്നി തുടങ്ങി. മോശ ജനിക്കുന്ന കാലത്ത് ഫറവോയ്ക്ക് മോശയെ കൊല്ലണം എന്ന് ഒരേ വിചാരം. ദാവീദ് അഭിഷേകം പ്രാപിച്ചപ്പോൾ സാവൂളിന് ദാവീദിനെ കാണുമ്പോൾ കൊല്ലണം തോന്നുക. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ യേശുവിന്റെ തീഷ്ണത കൊണ്ട് നിറഞ്ഞ് അഭിഷേകത്തിൽ കത്തിജ്വലിച്ച് പന്തക്കുസ്ത അനുഭവത്തിൽ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലേക്ക് പോയി. ഈ അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ ലോകത്തിന് കൊല്ലണം തോന്നി. അവർ യാക്കോബിനെ വെട്ടിമുറിച്ചു, അവർ അന്ത്രയോസിനെ കുത്തിക്കീറി, അവർ പത്രോസിനെ തലകീഴായി കുരിശിൽ തറച്ചു, അവർ പൗലോസിനെ തലവെട്ടി.
ഈ കേരളത്തിൽ എന്തിനേറെ നമ്മുടെ ഈ ഭാരതത്തിൽ വന്ന, ഈ കേരള നാട്ടിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച തോമസ് ലീഗായെ കുന്തം കൊണ്ട് കുത്തി നുറുക്കിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകത്തിൻ്റെ ആത്മാവ് ജ്വലിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ലോകത്തിന് കൊല്ലണം എന്ന് തോന്നുക. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി വീരോചിതമായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിഷേകം ഇല്ലാത്തവർക്ക് കൊല്ലണം എന്ന തോന്നൽ ശക്തി പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. സോളമന് ജെറൊബോവാമിനെ കണ്ടപ്പോൾ കൊല്ലണം എന്ന് തോന്നി. അതാണ് രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം. സോളമൻ ജെറൊബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ജെറൊബോവാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിന്റെ അടുത്തേക്ക് പലായനം ചെയ്തു. സോളമന്റെ മരണം വരെ അവൻ അവിടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവം ജെറൊബോവാമിനെ തെരഞ്ഞെടുത്തപ്പോൾ ജെറൊബോവാമിന്റെ മേൽ ദൈവം ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വെറും പയ്യനായിരുന്ന, ഒരു വിധവയുടെ മകനായിരുന്ന, കാര്യമായി പാരമ്പര്യത്തിന് പിൻബലമില്ലാതിരുന്ന, കാര്യമായി മറ്റൊരു കാര്യവും മേന്മയായി അവകാശപ്പെടാനില്ലാതിരുന്ന ജെറൊബോവാം തൻ്റെ നിഷ്കളങ്കതയിൽ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ എങ്ങനെ ഈ രാജ്യത്തൊക്കെ ഭരിക്കും? എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം ജെറൊബോവാമിന് കൊടുക്കുന്ന അതിശക്തമായൊരു വാഗ്ദത്തം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങളിൽ കാണുന്നു. ഞാൻ നിന്നെ സ്വീകരിക്കും, നീ ഇസ്രായേലിൻ്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തിൻ്റെ ഉയർച്ച അനുഭവിക്കണമെങ്കിൽ, ഒരു ദൈവ പൈതലിൻ്റെ കുടുംബം സന്തുഷ്ടിയും വലിയ അഭിവൃദ്ധിയും അനുഭവിക്കണമെങ്കിൽ ദൈവം ആ ദൈവ പൈതലിന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 38-ാം വാക്യം. എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊരു വാക്യം പറഞ്ഞാൽ, ഈ ജെറൊബോവാമിന് വേണ്ടി രാജ്യത്തെല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നത് ദൈവം തന്നെയായിരിക്കും. ജെറൊബോവാമിന് ദൈവം നൽകുന്ന ഡ്യൂട്ടി ഇടാണ് ദൈവത്തിൻ്റെ കൽപ്പന പഠിക്കുക, ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുക, ആ പ്രമാണങ്ങൾ അനുസരിക്കുക. ഇതാണ് ജെറൊബോവാമിന്റെ ഡ്യൂട്ടി. ജെറൊബോവാമിന് വേണ്ടി ദൈവം രാജ്യം ക്രമപ്പെടുത്തും, കൊട്ടാരം ക്രമപ്പെടുത്തും. വേണ്ട എല്ലാ കാര്യങ്ങളും ജെറൊബോവാമിന് ദൈവം ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചരിത്രത്തിൻ്റെ 1-ാം ഘട്ടം അവസാനിക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് സോളമൻ മരിച്ചു. ജെറൊബോവാം ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. ജെറൊബോവാം ഇസ്രായേലിൽ 10 ഗോത്രങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് അങ്ങനെ അവൻ ഇസ്രായേൽ രാജ്യത്തിന് രാജാവായിരിക്കുകയാണ്. സോളമൻ്റെ മകനുണ്ട് റഹോബോവാം. അവൻ വെറും 2 ഗോത്രങ്ങളുടെ രാജാവായി ജെറുസലേമിൽ വാഴുകയാണ്. ഇസ്രായേൽ രാജ്യത്തിന് 10 ഗോത്രങ്ങളും യൂദാ രാജ്യത്തിന് 2 ഗോത്രങ്ങളും. അങ്ങനെ സോളമന്റെ മകൻ റഹോബോവാമിന് യൂദാ രാജ്യവും ഈ ജെറൊബോവാമിന് 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രാജ്യവും ദൈവം കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അങ്ങനെ ദൈവം കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു, പദവി കൊടുത്തു, ചെങ്കോല് കൊടുത്തു, കിരീടം കൊടുത്തു, അംഗീകരിക്കാൻ ആളുകളെ കൊടുത്തു, അകമ്പടി സേവിക്കാൻ ആളുകൾ, എല്ലാ കാര്യങ്ങളും ജെറൊബോവാമിന് വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു. ആദ്യകാലങ്ങളിൽ ജെറൊബോവാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി, ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു, ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉത്സാഹിച്ച്. എന്നാൽ കാലം നീങ്ങി പോയപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായി, അവൻ്റെ ഉള്ളിൽ ലോകമോഹങ്ങൾ പിടിമുറുക്കി, അവൻ്റെ മനസ്സ് ലൗകിക വ്യഗ്രത കൊണ്ട് നിറഞ്ഞു, ദുരാസക്തികൾ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അധികാരഭ്രമം അവൻ്റെ നേർവഴി തെറ്റിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോയാൽ അവരുടെ മനസ്സ് കാലാന്തരത്തിൽ ജെറുസലേമിലെ രാജാവായ റഹോബോവാമിലേക്ക് തിരിയുകയും എന്നെ ഇവർ ഉപേക്ഷിക്കുകയും ചെയ്യും.
അതുകൊണ്ട് എൻ്റെ അധികാരം നിലനിർത്താൻ, ജനത്തെ എൻ്റെ കൂടെ നിലനിർത്താൻ ഞാൻ എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചേ മതിയാവൂ. അവനങ്ങനെ ആത്മകഥം ചെയ്ത് കുൽസിത ബുദ്ധി ആലോചിച്ച്, കുതന്ത്രങ്ങൾ ആലോചിച്ച് അവൻ ഒരു മാർഗം കണ്ടെത്തി. അവൻ കണ്ടെത്തിയ മാർഗം ഇതാണ്: ബഥേലിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി ഒരു കാളക്കുട്ടിയെ വെച്ച് കൊടുക്കുക. ദാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെയും ഒരു കാളക്കുട്ടിയെ വെച്ച് കൊടുക്കുക. ജനങ്ങളെല്ലാം വന്ന് ഈ കാളക്കുട്ടിയെ ആരാധിക്കട്ടെ. അതുപ്രകാരം ഇതാ ജെറോബോവാം ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ച കാര്യം അവൻ്റെ രാജ്യത്ത് അവൻ നടപ്പാക്കി. അവൻ ബലിപീഠം ഉണ്ടാക്കി, അവൻ കാളക്കുട്ടികളെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തിൻ്റെ ജനത്തെ, ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഈ കാളക്കുട്ടി, ഈ ബിംബങ്ങളെ ആരാധിക്കാൻ വേണ്ടി അവൻ ക്ഷണിച്ച്, അവന് ശരിയെന്ന് തോന്നിയത് അവൻ ചെയ്ത്, ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ജെറോബോവാമിന്റെ മനസ്സിലെ പ്രധാന ചിന്ത എന്താണ്? ഈ ദൈവജനം ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണോ ഇവന്റെ ചിന്ത? ഇപ്പോൾ ഇവൻ എന്താണ് ചിന്തിക്കുന്നത്? ഇവൻ ചിന്തിക്കുന്നത് ഇത് മാത്രമാണ്: ജനത്തെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിർത്തണം, എൻ്റെ കാലത്ത് ജനത്തെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിർത്തണം, ഏത് മാർഗം അവലംബിച്ചായാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടത്തണം എന്ന മനോഭാവം ആയില്ലേ ഇവന്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തരും ഒന്ന് ആത്മശോധന ചെയ്ത് നോക്ക്. നമുക്ക് നമ്മുടെ കാര്യം നടത്താൻ ഏത് മാർഗം അവലംബിച്ചാലും കുഴപ്പമില്ല, ഈ കാര്യം നടക്കണം എന്ന ചിന്തയിലാണോ ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജെറോബോവാമിന്റെ പോലെ വലിയ ഒരു ആത്മീയ അപജയത്തിന്റെ പിടിയിൽ നാം അമർന്ന് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വഴിയിൽ കൂടെ തന്നെ പോകണം. ഈ പ്രശ്നം ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ പരിഹരിക്കപ്പെടണം. ഈ ഒരു പ്രതികൂലത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ എനിക്ക് മുന്നോട്ട് പോകണം. ഇതൊരു നിർബന്ധം എനിക്ക് നിങ്ങൾക്കും വേണം. ഇതെങ്ങനെയെങ്കിലും നീങ്ങി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കരുത്. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് ചിന്തിക്കരുത്. എഴുതപ്പെട്ട വചനം ലംഘിക്കപ്പെടാൻ പാടില്ല. ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ആവേശം ഉണ്ടാകണം. എന്നാൽ ജെറോബോവാമിന്റെ ആവേശം കെട്ടുപോയി. ജെറോബോവാം ഇപ്പോൾ ലോകത്തോട് സമരസപ്പെട്ട് അവൻ എൻ്റെ കാര്യം ഏത് മാർഗത്തിലൂടെ നടന്നു കിട്ടിയാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ബിംബാരാധന നടത്തിയാലും കുഴപ്പമില്ല, എൻ്റെ രാജസ്ഥാനം നിലനിൽക്കണം എന്നവൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അഹിയ പ്രവാചകനെ ദൈവം അയച്ചു. ഇപ്പോൾ ജെറോബോവാം ബലിപീഠം ഉണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെയും ബലിപീഠത്തെല്ലാം ദൈവജനത്തിന് ആരാധിക്കാൻ കൊടുത്തിട്ട് ബലിപീഠത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ഇതാ ഈ അഹിയ പ്രവാചകൻ വീണ്ടും ദൈവത്താൽ അയക്കപ്പെട്ടു. അഹിയ പ്രവാചകൻ നേരെ ബലിപീഠത്തിലേക്ക് കയറി വന്നു. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിന് അരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവപുരുഷൻ യൂദായിൽ നിന്ന് ബഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. ഈ അഹിയ പ്രവാചകൻ ബലിപീഠത്തിലേക്ക് വന്നിട്ട് ബലിപീഠത്തെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പൂജയ്ക്കായി നിൽക്കുന്ന ഈ പൂജാരികളെ ഈ ബലിപീഠത്തിന് മുകളിൽ വെച്ച് ബലി ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു പുരോഹിതൻ ഇവിടെ വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു അടയാളം അഹിയ പ്രവാചകനിലൂടെ ദൈവം അവിടെ കൊടുത്ത്. അഹിയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് കർത്താവിൻ്റെ വാക്കാണെന്ന് അടയാളം ഇതായിരിക്കും. ഈ ബലിപീഠം പിളർന്ന് അതിൻ്റെ ചാരം ഇപ്പോൾ ഊർന്നു വീഴും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹിയ പ്രവാചകനിലൂടെ കർത്താവ് ഈ വചനം പറഞ്ഞപ്പോൾ ഈ ജെറോബോവാം പടുത്തുയർത്തിയിരുന്ന ഭീമൻ ബലിപീഠവും അവിടെ നിർമ്മിച്ചിരുന്ന കാളക്കുട്ടിയെല്ലാം പിളർന്ന് ആ ചാരം ഊർന്ന് താഴത്തേക്ക് വീണു. ഇത് കണ്ടപ്പോൾ ജെറോബോവാം കുപിതനായി. അവൻ കൈ നീട്ടി പറഞ്ഞു, ആരവിടെ? അവനെ പിടിച്ച് ബന്ധിക്ക്. അവനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ട്. കൈ നീട്ടി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ട ജെറോബോവാം നോക്കുമ്പോൾ ഈ നീട്ടിയ കരം തിരിച്ചു വലിക്കാൻ പറ്റുന്നില്ല. ഈ നീട്ടിയ കരം അങ്ങനെ വരണ്ട്
മടക്കാൻ പറ്റാത്തവണ്ണം വരണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് ജെറോബോവാം കണ്ടത്. ഉടനെ ജെറോബോവാം എളിമപ്പെട്ട്, ജെറോബോവാം അവൻ എളിമയോടെ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, അല്ലയോ ദൈവപുരുഷ, എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കണം, എൻ്റെ ഈ വരണ്ട കൈ ഒന്ന് നേരെയാകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ദൈവപുരുഷൻ ജെറോബോവാമിൻ്റെ കൈ നേരെയാകാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് കാരുണ്യമുള്ള കർത്താവ്, ദൈവത്തിൻ്റെ വഴികൾക്ക് വിപരീതമായി നടന്നവനാണ് ജെറോബോവാമെങ്കിലും അവൻ്റെ വേദനയിൽ, അവൻ്റെ ഞെരുക്കത്തിൽ അവൻ കർത്താവിൻ്റെ സഹായത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൈവപുരുഷനിലൂടെ ആ കരം കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തു. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ 6-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, രാജാവിൻ്റെ കരം പഴയ പടിയായി. ഹല്ലേലൂയ. രാജാവിൻ്റെ കരം പഴയ പടിയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് അത്ഭുത രോഗശാന്തി പ്രാപിച്ചു എങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു വ്യത്യാസം വന്നില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ച് ആഗ്രഹിച്ചവരെല്ലാം പുരോഹിതന്മാരാക്കി അവൻ മുന്നോട്ട് പോയി. അവൻ്റെ പാപത്തിൽ തന്നെ അവൻ തുടർന്നു. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇടയ്ക്ക് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവനവൻ്റെ കാര്യം നടന്നു കിട്ടണം, അവനവൻ്റെ കാര്യം നടന്നു കിട്ടണം. അതിനുവേണ്ടി തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് ജീവിത രീതികൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് എടുപ്പിന് നടപ്പിന് വ്യത്യാസം വരുന്നുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് മനോഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് സ്വാർത്ഥത വിട്ടുപോകുന്നുണ്ടോ? അവൻ്റെ അധർമ്മത്തിൽ തന്നെ അവൻ മുന്നോട്ട് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം. ജെറോബോവാമിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം പതിച്ച് അവൻ്റെ ഭവനത്തിൽ പിറന്ന കുഞ്ഞ് രോഗിയായി. ആ കുഞ്ഞിൻ്റെ കഠിനമായ രോഗപീഠകളിൽ ജെറോബോവാമിൻ്റെ ഭാര്യയെ ജെറോബോവാം അഹിയ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുക. അഹിയ പ്രവാചകൻ ഈ ഭാര്യയെ ചെന്ന് കയറിയതും ദൈവത്തിൻ്റെ വെളിപാട് അഹിയ പ്രവാചകൻ കൊടുത്തു. നീ തിരിച്ച് നിന്റെ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ കുഞ്ഞ് മരിക്കും, നിന്റെ ഭവനത്തിൽ അവൻ മാത്രമായിരിക്കും കല്ലറയിൽ സംസ്കരിക്കപ്പെടുക, ബാക്കിയുള്ളവർ പട്ടി പോലെ തെരുവിൽ ചെത്ത് കടുക്കുമെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ സംഭവിച്ച് ജെറോബോവാമിൻ്റെ ഭവനവും എന്നേക്കുമായി നശിച്ച്. ഒന്ന് ചിന്തിക്കണം. ദൈവം ഒന്നുമല്ലാതിരുന്ന ജെറോബോവാമിനെ എടുത്ത് വളർത്തിയതാണ്. എന്നാൽ അവന് ശരിയെന്ന് തോന്നിയ വഴികളിലൂടെ അവൻ നടന്ന്, അവന് നല്ലതെന്ന് തോന്നിയതിൽ അവൻ ചെയ്ത്, അവൻ്റെ കാര്യം നടപ്പാക്കാൻ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും സാരമില്ല, ഇപ്പം എൻ്റെ കാര്യം നടപ്പാക്കണം എന്നവൻ ചിന്തിച്ച്. അല്ലയോ ദൈവ പൈതലേ, എൻ്റെ നിങ്ങളുടെ ചൈതന്യം എന്താണ്? എൻ്റെ നിങ്ങളുടെ മനോഭാവം എന്താണ്? ഏത് കാര്യത്തിലൂടെ ഏത് വഴിക്കായാലും കുഴപ്പമില്ല, ഈ കാര്യം നടക്കട്ടെ എന്നാണോ ചിന്തിക്കുന്നത്? പ്രാർത്ഥന ഇല്ലേലും കുഴപ്പമില്ല, ദൈവാരാധന ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിശുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ശരി, ജീവിതം എങ്ങനെയും മുമ്പോട്ട് കൊണ്ടുപോകണം, ഇതാണോ ചിന്തിക്കുന്നത്? എങ്കിൽ ഞാനും നിങ്ങളും ജെറോബോവാമിൻ്റെ അതേ തകർച്ചയുടെ പിടിയിലിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സുഭാഷിത പുസ്തകം 16:25 പഠിപ്പിക്കുന്നു, ശരി എന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നത് ഒരു വിലയില്ലാത്ത കാര്യമായി, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നത് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമായി തോന്നാതെ എൻ്റെ മനസ്സിൽ ലാഘവ ബുദ്ധി പിടിമുറുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവിടുന്ന് കാണണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തെ വിടുവിക്കണമേ. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വഴികളിലൂടെ ആവേശത്തോടെ പോകണം. എൻ്റെ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം എനിക്ക് അനുസരിക്കണം. എൻ്റെ കർത്താവിൻ്റെ രീതികളെല്ലാം എനിക്ക് സ്വീകരിക്കണം. എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന വിധത്തിൽ എനിക്ക് ജീവിക്കണം. ഈ വിധത്തിലൊരു ഹൃദയം, ഈ വിധത്തിലൊരു തുറവി, ഈ വിധത്തിലൊരു ആവേശം എൻ്റെ ഹൃദയത്തെ അങ്കുരിപ്പിക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, എല്ലാ ഹൃദയങ്ങളും ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാഥാ. സകല ലോകത്തിൻ്റെയും സൃഷ്ടിതാവായ യേശു ക്രിസ്തു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞ്
തന്നെ ലോകത്തിൻ്റെ ജീവനായി കൊടുത്ത കർത്താവ് തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യത്തിൽ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈ സമയം ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും ജീവൻ നഷ്ടപ്പെടുന്നവരുമായ സകല വ്യാധികളിലും വ്യതകളിലിരിക്കുന്നവർ ഇപ്പോൾ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവ് നൽകുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവെ, സകല കുടുംബങ്ങളിലേക്ക് അങ്ങനെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. സകല വംശങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, തകരുന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവെ. തകരുന്ന ജീവിതങ്ങളെ കാണണമേ കർത്താവെ. കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവെ. കണ്ണുനീർ തടാകമായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് അത്ഭുത വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമാൻ എന്ന കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവെ, കഠിന വ്യാധികളിൽ ഇരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. പൈശാചിക പീഡകൾ, ദുരാത്മബാധകൾ, പാപബന്ധനങ്ങൾ, മദ്യപാനം, ചീട്ടുകളി, ദുർവൃത്തി, ദുഷ്ടാത്മ പീഡകൾ, അന്ധകാര ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന.